ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതിനെ കണവ എന്നും പറയാറുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് ഈ കൂന്തൽ റോസ്റ്റ്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇത് തയ്യാറാക്കണം. പിന്നെ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ കൂന്തലൊക്കെ നന്നായിട്ട് കഴുകി അതിൻ്റെ ആ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി അത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വച്ചിരിക്കുകയാണ്. പിന്നെ ഈ കൂന്തലിന് നല്ല വേവുള്ള ഒരു ഐറ്റം ആയതുകൊണ്ട് നമ്മൾ ഇത് കുക്കറിൽ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കുക്കറിനകത്ത് ഒരു 1-2 വിസിൽ വരണ വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് നമ്മൾ കുക്കറിൽ ഇട്ടിട്ട് അതിനകത്ത് അല്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ കുറച്ച് വെള്ളവും ഉപ്പും ചേർത്ത് നമ്മളിത് വേവിക്കാനായിട്ട് വയ്ക്കുകയാണ്. അപ്പോൾ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ മുളക് പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ശകലം വെള്ളവും ചേർത്ത് നമ്മൾ ഇത് വേവിക്കാൻ വയ്ക്കും. ഇപ്പോൾ 2-3 വിസിൽ കേട്ട് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ അതേ നമ്മുടെ കൂന്തലൊക്കെ ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. 1/2 കിലോ കൂന്തലാണ് ഞാനിതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഒരു 3 സവാള ഞാനിവിടെ കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് നുറുക്കി ഇവിടെ വച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4-5 വെളുത്തുള്ളി ചെറുതായിട്ട് നുറുക്കി വച്ചിട്ടുണ്ട്. ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ 2 തക്കാളി, മീഡിയം സൈസിലുള്ള 2 തക്കാളി ഞാനിവിടെ ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിൻ്റെ ഇലയും എടുത്തു വച്ചിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ടും ഇതിൻ്റെ മസാലയിലോട്ട് ചേർക്കാനായിട്ട് നമുക്ക് വേണ്ട ഐറ്റംസ് ആണിത്. പിന്നെ അത് കൂടാതെ ഇതിൽ കുറച്ച് മസാലകൾ കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് മസാലയൊന്നുമില്ല. ഒരു സ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1/4 സ്പൂൺ ഗരം മസാല പൗഡറുമാണ് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇതിലോട്ട് ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ കൂന്തൽ വേവിച്ച സമയത്ത് നമ്മൾ അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്കുള്ള മസാല നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഒരു പാൻ നമ്മൾ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കാരണം നാടൻ രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഐറ്റം ആയതുകൊണ്ട് അതിലേക്ക് ഏറ്റവും ടേസ്റ്റ് വെളിച്ചെണ്ണയാണ്, വേറെ ഏതൊരു എണ്ണയേക്കാളും. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിരിക്കുന്ന വെളുത്തുള്ളി അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതോടൊപ്പം ഇഞ്ചിയും നമ്മൾ ചേർത്ത് കൊടുക്കും. അപ്പോൾ അതൊന്ന് ചെറുതായി വഴണ്ടി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കണം.
അപ്പോൾ നമ്മൾ സവാള ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ട് സവാളയുടെ കളറൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ കറിവേപ്പിൻ്റെ ഇല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും നമ്മൾ വഴറ്റുക. സവാളയുടെ കളറൊക്കെ മാറി നമ്മൾ അതിലോട്ട് തക്കാളി കൂടി ചേർത്ത് കൊടുത്തു. ഇത് നന്നായിട്ട് വഴറ്റി യോജിപ്പിക്കുക. അപ്പം നമ്മുടെ മസാലയൊക്കെ ഏകദേശം നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം എടുത്തു വെച്ച ആ മസാല പൗഡറുകളൊക്കെ, അതായത് ഗരം മസാലപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും നമുക്ക് ഈ സവാള കൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ടത് നന്നായിട്ട് അതിൻ്റെ പച്ച മണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഈ സമയത്ത് ഈ പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ സിമ്മിലിട്ടിട്ടായിരിക്കണം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ ഇപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ആ കൂന്തൽ വേവിച്ച വെള്ളമാണ്. അപ്പം ഞാൻ ആ കൂന്തൽ വേവിച്ചിട്ടത് ആ വെള്ളത്തിൽ നിന്ന് മാറ്റി ഞാൻ എടുത്ത് വച്ചേക്കുവാണ്. അപ്പോൾ അതിൻ്റെ ആ വെള്ളം നമ്മൾ ഈ മസാലയിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. കാരണം അതിൻ്റെ ആ ടേസ്റ്റൊക്കെ ആ വെള്ളത്തിനകത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ആദ്യം നമ്മൾ ഈ വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്ത് ആ മസാല നന്നായിട്ട് അതിനകത്ത് ആ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് വറ്റി വരുമ്പോഴാണ് നമ്മൾ കൂന്തൽ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ അടച്ചു വെച്ച് അത് വേവിക്കുകയാണ്. ഇപ്പം ഏകദേശം നമ്മുടെ മസാലയിലെ വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഒക്കെ ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കൂന്തൽ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കണം. കാരണം നമ്മൾ സവാള വഴറ്റാനായിട്ട് എണ്ണയിൽ ചേർത്തപ്പോഴത്തേക്കും നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അത് പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ കൂന്തൽ വേവിക്കുന്ന സമയത്തും കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും ലാസ്റ്റ് നോക്കണം. പിന്നെ ഈ സമയത്ത് നമ്മൾ അരിഞ്ഞു വച്ചിരുന്ന പച്ചമുളക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കും. എപ്പോഴും നമ്മൾ ലാസ്റ്റ് ടൈമിൽ പച്ചമുളക് ചേർത്തിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക മണവും ടേസ്റ്റുമാണ്. അത് ഏതൊരു കറിക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ പച്ചമുളക് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതൊരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കുക. ആ മസാലയൊക്കെ ആ കൂന്തലിലോട്ട് ശരിക്കും പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ റോസ്റ്റ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ്. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.